വീഡിയോ ഇട്ടപ്പോൾ സ്റ്റിക്കേഴ്സ് മേക്ക് ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുത്ത് എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ യൂസ് ആക്കിയിട്ട് ഇതുപോലെ സ്കെച്ച് ചെയ്തെടുത്തിട്ട് അപ്പോൾ എപ്പോഴും ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെ കഴിവ് പോലും നഷ്ടപ്പെടും. ഞാൻ പെട്ടെന്ന് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ യൂസ് ആക്കിയത്. ഇനി ഒരു ക്യാൻവാസിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കളർ ചെയ്തെടുക്കുക. ഇവിടെ ഒരു ബോർഡർ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. ഇനി ആ ബോർഡറുമ്മ കൂടി എന്ത് ചെയ്യാം, ഇങ്ങനെ സിസർ യൂസ് ആക്കിയിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണേ. നല്ല വൃത്തിക്ക് ചെയ്തെടുത്താലേ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ സ്റ്റിക്കേഴ്സ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അതാ എല്ലാം കട്ട് ചെയ്തെടുത്ത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ യൂസ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഫുള്ള് ഇതുപോലെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുക്കട്ടോ. ബട്ടർ പേപ്പറൊക്കെ വളരെ ഈസി ആയിട്ട് ഇനി വീട്ടിലില്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ പുറമേയുള്ള കവറും യൂസ് ആക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഫുള്ള് സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ ഈ പിക്ചേഴ്സൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ആയിട്ട് ഞാൻ വീണ്ടും സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, മറന്നതാണ് കേട്ടോ. ഇനി ഇതുപോലെ ഇതിന്മേൽ കട്ട് ചെയ്തെടുക്കുക. അതായത് ബോർഡർ ലീവ് ചെയ്തുകൊണ്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് വെക്കാം. അതായത് ഞാൻ ഒരു പേപ്പറിൽ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്റ്റിക്കിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.